मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഓയ് ഹണി 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 ഞാൻ ജയിച്ചു. എന്താടാ പോപ്പട്ടെ, ഞാൻ തോറ്റുപോയല്ലേ? നീ എന്തിനാ പുറകേന്ന് വിളിച്ചത്? കഴുതേ, ഞാൻ നിന്നെ ചീറപ്പ് ചെയ്യുമായിരുന്നു. എന്ത് പറ്റി കിറ്റി? കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി ചാരിറ്റി ഷോ ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷെ പ്ലേ ചെയ്യാനായിട്ട് ആരെയും കിട്ടുന്നില്ല. ആ, ഞങ്ങളുണ്ടല്ലോ. ഞങ്ങള് ദിവസവും കളിച്ചു നടക്കല്ലേ. പ്ലേ എന്ന് വെച്ച് നാടകം നടത്തണമെന്നാ പറഞ്ഞത്. ബണ്ണി നടത്തുന്നേ. നാടകം നടത്തുന്നതിൽ അവൻ കേമന. ഇഷ്ടപ്പെടാത്ത ആഹാരം എന്തെങ്കിലും മേഡം തന്നാ ഇവൻ വയറുവേദന എടുക്കുന്നത് പോലെ നാടകം കളിക്കും. എന്റെ അമ്മേ, കഴുതയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, കഴുത എവിടെയാ? നീയാണ് കഴുത. നിന്നെയാണ് അവള് കഴുതാന്ന് പറഞ്ഞത്. നാടകം എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോ ആണ് പറയുന്നത്. തിയേറ്റർ, ആക്ടിംഗ്, നിമിഷമുണ്ടോ? ആ, എനിക്ക് ആക്ടേഴ്സിന് ആരെയും കിട്ടുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. കിറ്റി, ആക്ടിങ് ഞാൻ ചെയ്യാന്നേ. എന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരെല്ലാവരും ചെയ്യും. ശരി, വാ, നമുക്ക് നാടകം കളിച്ച് തകർക്കാം. എവിടെയാ കളിക്കേണ്ടത്? ഹണി, നീ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങള്. ആദ്യം നീ ഓഡിഷന് വേണ്ടി തയ്യാറാവണം. അപ്പൊ ഞാൻ എല്ലാരും വിളിച്ചോണ്ട് വരാം. ശരി, എന്നാ നിനക്കറിയാവുന്ന ആക്ടിംഗ് എല്ലാം ചെയ്ത് കാണിക്ക്. സർ, എല്ലാം ഇവിടെ തരികിടയാണ് സർ. ഒരു ദിവസം ഞാൻ കടയിൽ പോയി എന്റെ കൂട്ടുകാരന്റെ വിവാഹത്തിന് ധരിക്കാനായി ഒരു കുർത വാങ്ങിയായിരുന്നു. ആ കുർതയുടെ വില 500 രൂപയായിരുന്നു. വിവാഹത്തിന് പോയപ്പോ എന്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ 10 രൂപയുടെ കുർത എവിടെ നിന്ന് കിട്ടിയെന്നാണ്. എടാ ചോർദാറെ, നിനക്ക് ഭാവം ശരിക്കും വരുന്നില്ല. നീ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നീ ജഡ്ജൊന്നും ആവണ്ട, പോയി ആക്ട് ചെയ്യേ. ഞങ്ങളെ ആരും സ്വാഗതം ചെയ്യില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നല്ല തൊഴിയോട് കൂടിയായിരിക്കും. അപ്പൊ നമുക്ക് നല്ല ദേഷ്യം വരും. ആ ദേഷ്യത്തിൽ നമ്മൾ എന്നെയാണോ നീ ഇത്ര തല്ലിയത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എടേ, ഞാൻ പണ്ട് തൊട്ടേ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. എന്റെ അടുത്ത് വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയ ഈ മുണ്ടൊന്ന് മുറുക്കി കുത്തി നിനക്കിട്ട് ഞാൻ സവാരി ഗിരിഗിരി നടത്തും. കളി എന്റെ അടുത്ത് വേണ്ട മോനെ ദിനേശ. ഇത് സ്ഥലം വേറെയാണ് മോനെ. നാടകമാണ് വേണ്ടത്, ഡാൻസ് അല്ല. ഈ അങ്ങാടിയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണെന്ന് പറയടാ. എന്നോട് പ്രശ്നമുണ്ടാക്കിയാൽ ഉണ്ടാക്കുന്നവനെ ഈ കയ്യിലെ ഉണ്ട കൊണ്ട് ഞാൻ ഇടിക്കും. ഇടിച്ചവന്റെ കഥ കഴിച്ചിട്ട് അവന്റെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എന്റെ വീട്ടിൽ തൂക്കിയിടും. സണ്ണി, എന്ത് നല്ല ആക്ടിങ്ങാ, എന്ത് നല്ല ശബ്ദം നിന്റേത്. എന്റെ അമ്മോ സണി, നീ എന്തായാലും കലക്കി. കിറ്റിക്ക് സന്തോഷായി. നീ ഉണ്ടല്ലോ, നീ ഒരു പുരുഷനല്ല, നീയൊരു മഹാപുരുഷൻ. കിട്ടിപ്പോയി, എനിക്ക് എന്റെ ഹീറോയെ കിട്ടിപ്പോയി. കിറ്റി, എന്തായാലും നിന്റെ ഹീറോ ഞാൻ ആയിക്കൊള്ളാം. കൂടാതെ എന്റെ ശബ്ദവും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ശബ്ദം എനിക്ക് ഇഷ്ടായി. അതുകൊണ്ട് നീയാണ് അക്ബറായിട്ട് അഭിനയിക്കേണ്ടത്. ബണ്ണി സലീമും പിന്നെ ഞാൻ അനാർക്കലിയും. നിർത്തൂ. എന്തുവാണ് ഇത്? അപ്പൊ ഞാനെന്താ ചെയ്യാ? ഞാനും ആക്ടർ തന്നെയല്ലേ. നിൽക്കൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, കളി എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ കളി എന്നെ പഠിപ്പിക്കാൻ നോക്കിയാൽ കളി എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കാം. കളി അങ്ങ് അവസാനിക്കും. നീയാണ് ഇതിലെ ബൗൺസർ. കലക്കി പൊളിച്ചു തിമിർത്തു. സലീം അനാർക്കലിയുടെ കളിയിൽ ബൗൺസർ എവിടെ നിന്നാണ് വരുന്നത്? ഒരിടത്തും വരില്ല. പക്ഷെ നാടകം നടക്കുന്ന സ്ഥലത്ത് നിന്നെ പോലെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ തൂക്കിയെടുത്ത് വെളിയിൽ എറിയാൻ വേണ്ടിട്ടാ ബൗൺസറുടെ ആവശ്യം വരുന്നത്. നാളെ തന്നെ റിഹേഴ്സൽ തുടങ്ങാം. ഞാൻ ഓരോരുത്തർക്കും അവരവരുടെ റോളുകൾ പറയാം. അടുത്ത ആഴ്ച തന്നെ നാടകം തുടങ്ങാം.
രാത്രി പ്ലേ ആണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വരണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തിരിക്കണം. നല്ല നാടകം കാണണമെങ്കിൽ കുറച്ചു നേരം കാത്തിരിക്കണം. അടികൈ. എത്ര നല്ല സിനിമകൾ വന്നാലും നാടകം കാണുന്ന സുഖം വരികയുമില്ല. നാടകങ്ങൾ എത്ര ഉണ്ടായാലും സലീം അനാർക്കലി പോലെയുള്ള കഥ ഉണ്ടാകുകയുമില്ല. കയ്യടി. കവിതകൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചൊല്ലാം. എത്രയും പെട്ടെന്ന് നാടകം തുടങ്ങാൻ പറയടാ. എടാ, ആരാടാ അത് പറഞ്ഞത്? തൂക്കിയെടുത്ത് ഞാൻ തൂമ്പ് കൊണ്ടടിക്കും. എന്നാ ശരി, ഇപ്പോൾ തന്നെ നാടകം തുടങ്ങാം. സലീം അനാർക്കലി. തെറ്റാണ്, തെറ്റാണ്. ഇത് ബാദുഷാ സലാമത്തല്ല, ഇത് ബാദുഷാ അക്ബറാണ്. ഹണി, നീ ഇവിടെ എന്തെടുക്കാണ്? നീ രാജാവിനെ പങ്ക വീശേണ്ടതാണ്. എന്താ മറന്നുപോയോ? ആ പങ്ക കാണാനില്ല. ഇവിടെ എങ്ങാനും കാണും. ഞാനൊന്ന് നോക്കട്ടെ. സർ, ശേഷാദ സലീം അങ്ങേ കാണാനായി വന്നിരിക്കുകയാണ്. സാറോ? എടാ, എവിടത്തെ സാറ്? അക്ബറിന്റെ സഭയിൽ എവിടെയാണ് വെള്ളക്കാരന്മാരൊക്കെ വന്നത്? ജില്ലലാഹി, എനിക്ക് അങ്ങോട്ട് കുറച്ച് സംസാരിക്കണം. തകർത്തു. സണ്ണി, ഡയലോഗ് പറ. എടാ സണ്ണി, ഡയലോഗ് ഒന്ന് പറ. അറിയാം രാജാവേ, അങ്ങ് പറയാൻ വന്നത് ഇത് തന്നെയല്ലേ. അനാർക്കലിയെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കാനേ പാടില്ല. പക്ഷെ എനിക്ക് അനാർക്കലിയെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. അപ്പൊ അങ്ങ് പറയായിരിക്കും അങ്ങക്ക് അനാർക്കലിയും ഞാനുമായിട്ടുള്ള ബന്ധം ഇഷ്ടമില്ലാന്ന്. നീ എന്താ ഈ കാണിക്കുന്നത്? പഴയ കാലത്തുള്ള പങ്ക് എവിടെ പോയെന്ന് അറിയില്ല. അതുകൊണ്ടാ ഞാനിത് കൊണ്ടുവന്നേ. ബാഷ സലാമത്ത്, എന്റെ മനസ്സിനെ അങ്ങേക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. എന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് സലീമിനെ മറക്കാനേ കഴിയില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ. നോക്ക്, നീ ആ സലീവുമായിട്ടുള്ള തരികിട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മനസ്സിലായോ? അനാർക്കലി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതെയോ? ദേ നോക്ക്, ഈ സലീം പൈലിനെ പിടിച്ചോണ്ട് പോയി വല്ല തുറങ്കിലും അടയ്ക്ക്. തുറങ്കിലടക്കേണ്ടത് എന്നെയാണ്. ശരി, എന്നാൽ നമ്മുടെ കിറ്റിയെ പിടിച്ച് തുറങ്കിലടയ്ക്ക്. അനാർക്കലിയെയാണ്. എടാ, ഇത് ഫുള്ളായിട്ട് കൺഫ്യൂഷൻ ആയല്ലോ. എല്ലാത്തിനെയും പിടിച്ച് തുറങ്കിലടയ്ക്ക്. അയ്യോ, അക്ബറിന് വട്ടാടാ, വട്ട്. വട്ടാ. എടാ, അതാരാടാ പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന് പറയടാ. എടാ, നീ ഇവിടെ എന്തെടുക്കോടാ? ഞാൻ ഭാഷയാണ്. ഭാഷ. അതൊക്കെ പണ്ട്. യുദ്ധം ചെയ്യ്. ആര് ജയിക്കുന്നു അവരാണ് ബാദ്ഷ. എല്ലാരും കഴുതകളാ. ഞാൻ മാത്ര കഴുത. ഇവരെ വേറെന്തെങ്കിലും ആക്ക്. മിണ്ടാതിരിക്ക്. എന്റെ നാടകത്തെ എല്ലാവരും ചേർന്ന് നശിപ്പിച്ചു. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക ഇപ്പോ. നിങ്ങളുടെ നാടകം വളരെ നന്നായിരുന്നു. കൊറേ കാലമായി ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട്. എന്തായാലും നിങ്ങളുടെ കോമഡി പ്ലേ അടിപൊളിയായിരുന്നു. കോമഡി പ്ലേയോ? എന്നാൽ ഈ പ്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ നാടകത്തിന് ഞാൻ സ്പോൺസർ ചെയ്യാം. ലോകം മുഴുവൻ ഈ നാടകം നമുക്ക് കളിക്കാം.
ആദ്യമായി കാപ്പാട് വന്നിറങ്ങിയത് വാസ്കോഡ് ഗാമ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു നിങ്ങൾ ചെയ്ത ഡ്രാമ. ആടികൈ.